മുഖം തിരിച്ചു വരുമ്പോൾ എവിടെയോ നമ്മൾ കണ്ട് പരിചയമുണ്ടല്ലോ. 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ യാത്രാസംഘം കൊള്ളയടിച്ച നോമ്പ് നോറ്റിരുന്ന കള്ളൻ, അതേ ഞാൻ. എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത്റുകു ബൈനി വബൈനല്ലാഹി ബാബൻ അസാ അൻ അദ്ഖുല മിൻഹു യൗമൻ മാ. ഒരു ദിവസം എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ഒരു വാതിൽ ഞാൻ അവിടെ തുറന്നു വിടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ വാതിൽ അല്ലാഹു സ്വീകരിച്ചു. ഞാൻ ഇപ്പം നന്നായി പഴയ ഏർപ്പാടൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു പക്ഷേ ഒരു നേരത്തെ, ഒരു പാതിരാ നേരത്തെ ഒരു ഉറക്കൊഴിക്കലോ, ഒരു 2-3 മണിക്കൂർ ഒരു പക്ഷേ നമ്മുടെ നനഞ്ഞു നിൽക്കുന്ന ചെളിമണ്ണിൽ നിന്ന് നിൽക്കലോ, അല്ലെങ്കിൽ ഒരൽപ്പം പ്രയാസം സഹിക്കലോ, ഹ്യൂമിഡിറ്റിയും ചൂടൊക്കെ പരസ്പരം നിന്ന് സഹിക്കലൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ ഒരു പക്ഷേ അവിടെ എത്തുമ്പോൾ വലിയ അമലായിരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുവാക്കളും സമകാലിക പ്രതിസന്ധികളും എന്നൊരു വിഷയമാണ് നമ്മളിവിടെ ചർച്ചക്കെടുത്തിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ 100-ാമത്തെ ആയത്ത് ഞാൻ ഓതി വെക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. قل പറയുക നബിയേ, ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, നന്മയും തിന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മ ഒരുപാട് കൂടുതലാണല്ലോ എന്ന് കണ്ട് അത്ഭുതപ്പെടേണ്ട നബിയെ, കൂടുതലുള്ളതല്ല വിഷയം, നന്മയാണോ തിന്മയാണോ എന്നതാണ് വിഷയം. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ലോകത്ത് തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം എത്ര വർദ്ധിക്കുന്നുവോ അത് കണ്ട് അത്ഭുതപ്പെടലിൻ നബിയെ. ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്, നന്മ എത്ര കുറവാണെങ്കിലും നന്മയും തിന്മയും ഒരുപോലെയല്ല. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ അത് അനിവാര്യമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന സത്യവിശ്വാസികളായി, വിശ്വാസിനികളായി അല്ലാഹു നമ്മളെയൊക്കെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിന്മയുടെ അതിപ്രസരം കണ്ട് അത്ഭുതപ്പെട്ടു പോകരുത് നബിയെ, തിന്മ കൂടുതലാണ്. ഏത് നാട്ടിൽ ചെന്നാലും ചെറുപ്പക്കാർക്കിടയിലുള്ള സ്വാഭാവികമായ സ്വഭാവച്യുതികൾ ധാരാളം കാണാൻ കഴിയും. ന്യൂ ജനറേഷൻ, ന്യൂ എന്ന് എല്ലാ തലമുറയും ന്യൂ ജനറേഷനാണെന്ന്. ലോകത്ത് ഒരു വിഭാഗവും ഞങ്ങൾ പഴമക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്. 50 കൊല്ലം മുമ്പുള്ളവരൊക്കെ പഴമക്കാർ. പക്ഷെ 50 കൊല്ലം മുമ്പുള്ളവർ ചിരിച്ചത് അങ്ങനെയാണ്, നമ്മൾ മോസ്റ്റ് മോഡേൺ ആണ്, നമ്മുടെ മുമ്പ് കഴിഞ്ഞവരാ ഒരു ലോകവും കാണാത്തവർ. അവർക്ക് മുമ്പ് ജീവിച്ചവരും അത് തന്നെയാണ് ചിന്തിച്ചത്. ഇനി ഒരു തലമുറ വരുമ്പോൾ അവർ നമ്മളെപ്പറ്റി പറയാം, അവർക്ക് ആകെ ഒരു വാട്സപ്പും ഫേസ്ബുക്കല്ലേ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് കാലം ശേഷം വരുന്നവർ നമ്മളെപ്പറ്റി അത് പറയുന്നതാണ്. അപ്പോൾ എല്ലാ ജനറേഷൻസിൻ്റെയും ട്രെൻഡുകൾ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ മുത്തുനബി തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ ഓർത്തു പോവുകയാണ്. ഉസീകും ബിശ്ശബാബി ഖൈറൻ ഫഇന്നഹും അറഖു അഫ്ഇദ. നബി തങ്ങൾ പറയാൻ, ഉസീകും ബിശ്ശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. മുതിർന്നവരോട് പറയാൻ നബി തങ്ങൾ, കാരണവന്മാരോട്, പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ. കുരുത്തക്കോടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, കുറച്ചൊക്കെ മണ്ണാർക്കാടും ഉണ്ടാവും അല്ലേ, എല്ലാ നാട്ടിലും ഉണ്ട്. കുറച്ച് കയ്യിൽ കാശൊക്കെ കിട്ടുമ്പോൾ ഒന്ന് മിനുങ്ങും. പിന്നെ ഇനി കോയമ്പത്തൂർക്ക് മദ്രാസൊക്കെ കയറി പോയാൽ ഇവിടെ നിന്നുള്ള അടുത്തല്ലേ, എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവരങ്ങ് എഴുതി തള്ളരുത്, അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ നന്നാവും. ഉസീകും ബിശ്ശബാബി ഖൈറാ ഫഇന്നഹും അറഖു അഫ്ഇദ, അവരുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്.
അതുകൊണ്ടാണ് ഒരു ലവ് മെസ്സേജൊക്കെ വരുമ്പോഴേക്കും അവർ വീഴുന്നത്. റബ്ബേ, ഇപ്പോൾ ഇന്നെ എത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ. ഖൽബ് വളരെ സോഫ്റ്റായി ടീനേജേഴ്സിൻ്റെ പെട്ടെന്ന് വീഴും. അപ്പോൾ അറക്കു അഫ്ഇദതൻ, വളരെ സോഫ്റ്റാണ് അവരുടെ ഹൃദയം, വളരെ സോഫ്റ്റാണ്. ചെറുപ്പക്കാർ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഒളിച്ചോടി പോണത്, അവർക്ക് അറിയില്ലല്ലോ. 4 ചീരഞ്ചിരി റഹ്മാനായ റബ്ബേ, അങ്ങനെ ചാടിപ്പോയ വലിയ വലിയ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ പറഞ്ഞ കഥ അവരെ കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നിരുത്തിയപ്പോഴേ ആരുടെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്നവൻ്റെ കൂടെ 3-4 കുട്ടികളുള്ള ഉമ്മാരൊക്കെ ചാടിപ്പോയപ്പോൾ എന്തേ ഈ പോകാൻ കാരണം, എനിക്ക് അയാളുടെ വിറ്റും ഹ്യൂമറൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അറക്കു അഫ്ഇദതൻ, ഇത് വീണുപോകുന്നവരാണ് ചെറുപ്പക്കാർ. فإنهم مرقوا أفئدة لقد بعثني الله بالحنيفية السمحة فحالفني الشباب وخالفني الشيوخ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഇസ്ലാം എന്ന ജീവിത പന്ഥാവുമായി അള്ളാഹു എന്നെ പറഞ്ഞയച്ചപ്പോൾ ഋജുവായ ജീവിത രീതി, അംബിയാഇന്റെ കൈകളിലൂടെ കടന്നു വന്ന ആ സന്ദേശം ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചപ്പോൾ ഫഹാലഫനി ശബാബ്, എൻ്റെ കൂടെ നിന്ന് പോരാടിയത് യുവാക്കളായിരുന്നു. വഖാലഫനി അശ്ശുയൂഖ്, പ്രായമുള്ള ആളുകൾ എനിക്കെതിരായിരുന്നു. അന്ന് അബൂജഹലിനെ പോലെയുള്ളവർ, ഉത്ബയെ പോലെയുള്ളവർ. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നവരെ, എൻ്റെ കൂടെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കൂടെ നിന്നവർ ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ എന്ന് ആ നന്മയോർത്ത് പറയുന്നു പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടല്ലേ. എൻ്റെ കൂടെ അന്ന് ഒപ്പം നിന്നത് ചെറുപ്പക്കാരാ, അതുകൊണ്ട് അവരോട് നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അവരെന്ത് ചെയ്യണം, നന്നാക്കിയെടുക്കണം എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ 16 വയസ്സ് പ്രായമുള്ള ടീനേജറുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞുവല്ലോ, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയോട് എനിക്കും ഇഷ്ടമാണ് നബിയേ. ഇപ്പം എന്താ വേണ്ടതില്ലേ, നബി അങ്ങോട്ട് പറയാൻ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഫലാ തദഅന്ന അൻ തഖൂല ദുബുറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. മുആദേ, സ്നേഹത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദിക്ർ ചൊല്ലാൻ മറന്നു പോവല്ലേ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണേ റബ്ബേ. ചെറുപ്പക്കാർക്ക് അത് ആവശ്യമാണ്, അള്ളാഹിനെ ഓർമ്മ വരണം, അതൊരു വിഷയമാണ്. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക്, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ എന്നെ സഹായിക്കണം എന്ന് ചൊല്ലാതെ ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞും അങ്ങ് എഴുന്നേൽക്കരുത്. ഇതെങ്ങനെയാ പറഞ്ഞു കൊടുത്തതെന്നാ രസം. തോള് പിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ. ചെറുപ്പക്കാരുടെ ചിലപ്പോൾ അവരുടെ അറ്റയർ, അവരുടെ വസ്ത്രവിധാനം കണ്ടാലോ ഹെയർ സ്റ്റൈൽ കണ്ടാലൊക്കെ ചിലപ്പോൾ ഉസ്താദന്മാർക്കൊക്കെ വല്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ചില ഖത്തീബ്മാരൊക്കെ നല്ല ചീത്ത പറയലുണ്ടാവും. എന്നാലും ആ കുട്ടികളിൽ നന്മ കാണും, നമുക്കറിയില്ലല്ലോ. അല്ലാമ സുയൂത്തി തങ്ങൾ പറയാ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന് ഇഷ്ടമായിരുന്നു. യൗമ കാന യസ്ജുദു അമാമ സ്വനം, അന്ന് ബഹുമാനപ്പെട്ടവർ ബിംബത്തിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. എന്നാലും ഈ ഉമർ ഇസ്ലാമിൻ്റെ പോരാളിയായി വരാൻ പോകുന്ന ഖലീഫയാണെന്ന് റബ്ബിനറിയാം. ഉമർ തങ്ങളെ അന്നും അള്ളാഹുവിന് ഇഷ്ടമായിരുന്നത്രേ. സുബ്ഹാനല്ലാഹ്. എത്രയോ കള്ളുകുടിയന്മാർ, മുഴുകുടിയന്മാർ നന്നായ പിന്നെ പിടിച്ചാൽ കിട്ടൂല എന്നാ. ഇടയ്ക്ക് കുടിക്കണമില്ല, അങ്ങനെ കുടിച്ചു പോകും. കുടിച്ച് പൂസായി എല്ലാ ലെവലും തെറ്റിയവരൊക്കെ നന്നായാലേ വല്ലാത്ത നന്നാവലാവും. സുബ്ഹാനല്ലാഹ്. അല്ലേ, അങ്ങനെ കണ്ടിട്ടില്ലേ? വലിയ നന്നാവും. പക്ഷെ മനുഷ്യന്മാർ പിന്നെ പഴയ കഥ പറയും, നമ്മളൊക്കെ കുഴപ്പമാണത്, നന്നായി ഇപ്പോൾ ഒരാളായിട്ട് വലിയ കാര്യമാണ്. ഇപ്പം അന്ന് റോഡ് സൈഡിൽ മണ്ണാർക്കാട് വീടണമെന്ന് ഞങ്ങളല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ ഈ കുട്ടിയൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പഴയ കഥ പറയും. അങ്ങനെ പറയരുത്. അള്ളാഹു പുറത്തു കൊടുക്കാൻ ഒരു റമളാൻ മാസമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് നിസ്കാരമൊക്കെ തുടങ്ങാൻ വേണ്ടി പള്ളിക്ക് വന്ന്, അല്ലടോ ഇത് സിനിമാ തിയേറ്റർ അല്ലട്ടോ, എനിക്ക് വെച്ചോ, അങ്ങനെയല്ല പറയേണ്ടത്. സുഹൃത്തെ, നിസ്കാരം എന്തായാലും ചൊല്ലേണ്ടതെന്നൊക്കെ അറിയോ?
ഞാൻ പഠിപ്പിച്ചുതരാം, നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റിൻ്റെ കൂടെ ഇരിക്കേ, ഞാൻ പറഞ്ഞുതരാം. നിനക്ക് സുജൂദ് പറയേണ്ട ദിക്ർ ഞാൻ പഠിപ്പിച്ചുതരാം. ഖുർആൻ ഓതണ്ടേ, ഒരു 10 മിനിറ്റ് ളുഹറിൻ്റെ ശേഷം ഇന്ന് ഞാൻ നിനക്ക് ഖുർആൻ ഓതിത്തരാം. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യും? നിരുത്സാഹപ്പെടും. പിന്നെ അവൻ വഴിക്ക് വരില്ല. അപ്പോഴാണ് ചിലരൊക്കെ അള്ളാനെ പേടിച്ചിട്ട് പള്ളി കയറാൻ തോന്നണില്ല, പേടിയുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഹൃദയം വളരെ ലോലമാണ്. അതുകൊണ്ടാണ് യൗവനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തീരുമാനിക്കും ഏത് റൂട്ടിലൂടെ പോകണം. അവൻ നിരീശ്വരവാദിയായി പോകണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോവേണമോ, ഏത് ചിന്താഗതി വേണമോ. ടീനേജറാകുന്ന സമയത്തുണ്ടാകുന്ന സ്പെയിനിൽ മുസ്ലിമീങ്ങൾ 600 കൊല്ലം ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. 600 കൊല്ലം 600 കൊല്ലത്തെ ഭരണം നടക്കുമ്പോൾ യൂറോപ്യരായ ചില ജൂതന്മാർ, അന്ന് ഇസ്രായേലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെ എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം? വലിയൊരു പ്രതിസന്ധിയാണ് മുസ്ലിമീങ്ങളുടെ സമീപനം. നഗ്നതയ്ക്കെതിരാണ്, അഴിഞ്ഞാട്ടത്തിനെതിരാണ്. എങ്ങനെ നന്നാക്കണം എന്ന്, എങ്ങനെ ഇവരെ കേടുവരുത്തണമെന്ന് ആലോചിച്ച് ഒരുപാട് തവണ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ചാരന്മാർ. അവരെന്നെ പറഞ്ഞത്, ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും പഠനത്തിലാണ്, പഠിക്കുകയാണ് പഠനം. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, വ്യവസ്ഥാപിതമായ യൂറോപ്പ് കണ്ട പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു കൊർഡോവ, ജാമിഅത്തുൽ ഖുർത്തുബ, കൊർഡോവ യൂണിവേഴ്സിറ്റി. നല്ല പഠനമാണ്. ഈ പോക്ക് പോയാൽ അവരെ പിടിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞ് തിരിച്ചുപോയിന്ന. 6-7 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോളേജിൻ്റെ അരമതിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പത്രപ്രവർത്തകൻ ചെന്ന് ചോദിച്ചു, അല്ല മോനെ, എന്താ നിൻ്റെ വിഷയം? പറഞ്ഞു, എൻ്റെ ലവറുമായി ഞാനിപ്പോൾ ആകെ ബ്രോക്കപ്പാണ്, എൻ്റെ കാമുകിന്നിട്ട് പോയിട്ടുണ്ട്, ആ സങ്കടത്തിലാണ്. അവിടെ അദ്ദേഹം, ഇവരെ പിടികിട്ടി, ഇനി പിടിച്ചാൽ കിട്ടും. സുബ്ഹാനല്ലാഹ്. പഠനത്തിൽ നിന്ന് കൗമാരത്തിൻ്റെ ശൈഥില്യങ്ങളിലേക്ക് എപ്പോൾ ഈ സമൂഹം വഴുതി വീഴുന്നോ അവരെ പിടിച്ചാൽ കിട്ടും, അവരെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് സ്പെയിനിൽ നിന്ന് നമ്മളെ തുരത്തി ഓടിക്കേണ്ടതിൻ്റെ ആദ്യപടി അവർ രേഖപ്പെടുത്തി വെച്ചത് ഒരു കാമുകൻ തൻ്റെ പ്രേമ ബന്ധത്തിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ ദുഃഖം നടിച്ചിരിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അറഖു അഫ്ഇദതൻ. എന്നാലും നിങ്ങൾ അവരോട് എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം. നബിയുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു കേസ്. നബിയെ, ഇസ്ലാം നിസ്കരിക്കാനൊക്കെ കുഴപ്പമില്ല നബിയെ, നോമ്പ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, സക്കാത്ത് മുതലുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം, ഹജ്ജ് ഒരു പ്രശ്നമില്ല, അള്ളാഹു തുടരുത് എന്ന് പറഞ്ഞതെല്ലാം ഞാൻ ഒഴിവാക്കാൻ റെഡിയാണ് നബിയെ, പക്ഷേ കാണാൻ ചുരുക്കുള്ള പെമ്പിള്ളേരെ കണ്ടാൽ എനിക്ക് അവരെ പിന്നാലെ പോകണം, ഇതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് നബി, അതിനൊരു ഇളവങ്ങ് തന്നാൽ ബാക്കിയൊക്കെ ഞാൻ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ അദ്ദേഹം ധൈര്യപ്പെട്ടതാണ്. നബി തങ്ങളുടെ സ്വഭാവ ഗുണമെന്നാണ്. അതായത് പറഞ്ഞ അടി കിട്ടുമെങ്കിൽ തങ്ങളോട് പോയി പറയില്ലല്ലോ, തങ്ങൾ ചീത്ത പറയില്ല എന്നറിയാം. ഇദല്ലി ബിസിന, വ്യഭിചാരം എനിക്ക് ഹലാലാന്ന് തങ്ങളെന്ന് പറഞ്ഞ അങ്ങ് ശാരിആൻ, ശർഅ് ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് നബിയെ എനിക്കൊരു ഇളവ് തരുമോ? ഇത് ചോദിച്ചു വന്നു നാം നമ്മുടെ പ്രബലമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തങ്ങൾ പറഞ്ഞു, ഇരിക്കുമോനെ ഇരിക്കുന്നു പറഞ്ഞു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 2 ദുആ ചെയ്തു കൊടുത്തത്. 2 ദുആയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബഹ്, അല്ലാഹുമ്മഗ്ഫിർ ദംബഹു. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സ് നന്നാക്കി കൊടുക്കു റബ്ബേ. വഗ്ഫിർ ദംബഹു, അവൻ്റെ തെറ്റ് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നുബുവത്തിൻ്റെ പ്രകാശം കിട്ടിയ പരിശുദ്ധ ഹബീബിൻ്റെ പുണ്യമായ കരം ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹബീബ് ചെയ്ത പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ തുഹിർ ഖൽബഹു അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ്. ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കല്ലാ, മോശമായ ചിന്തകൾ ഇല്ലാതെയാക്കി കൊടുക്കല്ലാ. അല്ലാഹുവേ, ഇയാൾക്ക് പുറത്തു കൊടുക്കണമേ. ചോദിച്ചു, ചെറുപ്പക്കാരാ, നിങ്ങളുടെ പെങ്ങളെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? പ്രായപൂർത്തിയായ മോള് നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ, അവൾ നടന്നു വരുമ്പോൾ ഏതെങ്കിലും പൂവാലന്മാർ പിന്നാലെ കൂടുന്ന നിങ്ങൾ സഹിക്കോ? നിങ്ങളുടെ ഉമ്മയെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതോ അപമര്യാദയായി പെരുമാറുന്നതോ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ല നബിയേ, ഇല്ല നബിയേ. എങ്കിൽ മോനെ, നിങ്ങൾ കയറി പിടിക്കുന്ന വ്യഭിചരിക്കുന്ന പെണ്ണ് ആരുടെയൊക്കെയോ ഭാര്യയാണ്, ആരുടെയൊക്കെയോ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്, ആരുടെയൊക്കെയോ പെങ്ങളാണ്, ആരുടെയൊക്കെയോ മക്കളാണ്. അതുകൊണ്ട് നീ അവരങ്ങനെ നോക്ക്.
കണ്ണുമായി നോക്കല്ലേ എന്നൊരു ഉപദേശം കൊടുത്തപ്പോഴാണ് വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഈ സംസാരത്തിന് ശേഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന തിന്മ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വെറുക്കപ്പെട്ടതാ നബിയെ, ഞാൻ അതിലേക്ക് പോകില്ലെന്ന് പരിശുദ്ധ ഹബീബിനോട് ആ സുഹാബി പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും. ഊസീകും ബിശ്ശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ, ഹൃദയം ലോലമാണവർ. ബുഇസ്തു ബിൽ ഹനീഫിയത്തി സംഹ ഫഹാലഫനി ശബാബ് വഖാലഫനി ശുയൂഖ്. അല്ലാഹു എന്നെ ഈ ദീനുമായി പറഞ്ഞയച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നത് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ശറയിൽ എത്രയാണെന്നറിയോ? ബ്രോക്കർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ചെറുപ്പക്കാരുണ്ട് ഉദയാപ്പളം എന്നൊക്കെ പറയുമ്പോഴേ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെറുപ്പക്കാരനാണ്. 1 നമ്പർ ചെറുപ്പക്കാരൻ ഉദയാപ്പളുണ്ട്, ചെന്ന് നോക്കും വയസ്സ് 40 ആയിരിക്കും. ഞാൻ ആ വേളിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല. 40 വയസ്സ് വരെ ചെറുപ്പമാണെന്നാ. 40 കഴിഞ്ഞാൽ പിന്നെ നുബുവത്തിൻ്റെ കാലമായി. അത് പിന്നെ മധ്യവയസ്സ്, മിഡിൽ ഏജിലേക്ക് കടന്നു. അതുവരെ യൂത്താണ്, ചെറുപ്പക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. യൗവനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുന്ന നേരമാണ്. അഹ്ലുൽ ജന്നതി ശബാബുൻ മുർദുൻ കുഹ്ലുൻ ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും. ഹബീബിൻ്റെ മുമ്പിലേക്കാണ് പ്രായമുള്ള ഒരു ഉമ്മ വന്ന് ചോദിച്ചത്, നബിയേ, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ, എനിക്ക് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹമുണ്ട്. അപ്പം പല്ലൊക്കെ പോയി ഒരുപാട് പ്രായ ഒരു ഉമ്മൂമ്മയാണ്. ഞങ്ങളൊരു തമാശ പറഞ്ഞു, ഉമ്മ നിങ്ങൾ പ്രായമുള്ളവരൊന്നും സ്വർഗത്തിലില്ലല്ലോ ഉമ്മ. സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ തങ്ങൾ തിരിച്ചു വിളിച്ചു, ഉമ്മ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരിയായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കടക്കൂല എന്നല്ല. നിങ്ങളാ സ്വർഗക്കാരിൽ പെട്ടവരാണുമ്മ. നിങ്ങൾക്കെന്ന് 33 വയസ്സാണ് ഉണ്ടാവുക. 33 വയസ്സ് ഈ സദസ്സിലുള്ളവരും കൈപൊക്കിയാട്ടെ. ഇപ്പോൾ 33, കഴിഞ്ഞ കൊല്ലത്തല്ല. 1, 2, അത്ര തന്നെ ഉള്ളൂ. പൊങ്ങട്ടെ. സ്വർഗത്തിലേക്ക് പോണ വയസ്സാണ് മക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ. ഇപ്പം നിങ്ങളെ കയ്യിലുള്ള വയസ്സ്. അള്ളാഹു നമ്മളെയൊക്കെ ആ സ്വർഗത്തേക്ക് എത്തിച്ചു തരട്ടെ. പെണ്ണുങ്ങൾക്ക് പിന്നെ വയസ്സ് ഏറണേ ഇല്ല, അവരോട് നമ്മൾ ചോദിക്കുന്നുമില്ല. സ്വർഗത്തിലെത്തിയാൽ ലാ യഫ്നാ ശബാബുഹും, അവരുടെ യൗവനം തീർന്നു പോകില്ല എന്നാ. സ്വർഗത്തിലെത്തിയാൽ, സ്വർഗത്തിലെത്തുമ്പോൾ അഹ്ലുൽ ജന്നതി ശബാബുൻ മുർദ്, അവിടെ സ്വർഗത്തിലേക്ക് വരുന്നവർ യുവാക്കളും കൗമാരപ്രായക്കാരുമാണ്. മുർദ് എന്ന് പറഞ്ഞാൽ അമ്രത്, മീശൊക്കെ മുളക്കണ പ്രായത്തിനാണ് അമ്രത് എന്ന് പറയാം. മുർദാണ്, താടി മീശൊന്നും ഉണ്ടാവില്ല, ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, മീശൊന്നും ഒപ്പിച്ച് മുറിക്കേണ്ട, ട്രിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, താടി രോമൊന്നും ഉണ്ടാവില്ല എന്നാ സ്വർഗത്തെത്തുമ്പോൾ. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് ഏതായാലും ഉണ്ടാവില്ല. പിന്നെ ലാ യബ്ലാ സിയാബുഹും, വസ്ത്രത്തിനൊന്നും ഒരു മുഷിപ്പ് വരില്ല, ഡ്രസ്സൊന്നും അഴിക്കാവൂല, കേടുവരില്ല. വലാ യഫ്നാ ശബാബുഹും, യൗവനം നിത്യയവ്. അതിനാണ് ശരിക്കും ക്രോണിക് ബാച്ചലർ എന്ന് പറയേണ്ടത്. നമ്മൾ സിനിമക്കാരാ പേരിട്ടോന്ന് തോന്നുന്നുണ്ട് അല്ലേ? കുറച്ച് കാലമൊക്കെ അങ്ങനെ ഓടിയെന്നല്ലേ. ക്രോണിക് ബാച്ചലർ, ലൈഫ് ലോങ് ബാച്ചലറായി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനാ, ദുന്യാവിൽ നടക്കൂല. എന്ത് സംവിധായകൻ എന്ത് പേരിട്ടിട്ടും കാര്യമില്ല. ക്രോണിക് ബാച്ചലർ എവിടെ ഉണ്ടാവുള്ളൂ? സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിച്ചു തരട്ടെ. യൗവനം നിലനിന്ന് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. വാർദ്ധക്യം വരുമ്പോൾ റബ്ബേ എന്തോ ഒരു മുഞ്ചുണ്ടായിരുന്നു എന്നെ കാണാൻ. 16, 17, 18, 20 വയസ്സായപ്പോൾ ഞാനിപ്പോൾ 4 കുട്ടികളുടെ ഉമ്മയായി. എൻ്റെ കോലം കണ്ടോ? ആണുങ്ങൾ പറയും, പടച്ച റബ്ബേ എൻ്റെ മുഖത്തൊക്കെ വര വീണു, ചുളിവുകൾ വീണ് കഴിഞ്ഞു. യൗവനത്തെ കാലത്ത് എന്തൊക്കെ ഉന്മേഷമായിരുന്നു. അതൊന്ന് തിരിച്ചു വരുമോ എന്ന് കൊതിക്കുമെന്നാണ്. തിരിച്ചു വരൂല, അങ്ങനത്തെ സംഗതിയാണ്. അതുകൊണ്ട് നിത്യമായ യൗവനം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് അടിയന്തരമായി ആലോചിച്ച് പണിയെടുത്ത് തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾ ശബാബുൻ, യുവാക്കളാണ്. മുർദുൻ, കൗമാരപ്രായക്കാരായിരിക്കും. താടിമീശ രോമങ്ങളില്ലാത്തവരാണ്. കുഹലുൻ, കണ്ണുകളിൽ സുർമ എഴുതിയവരെ പോലെയാണ്. ഇതാണുങ്ങളെ പറ്റി പറഞ്ഞതാ. ലാ തബ്ലാ സിയാബുഹും വലാ യഫ്നാ ശബാബുഹും,
അവരുടെ വസ്ത്രങ്ങൾക്ക് കേടുവരില്ല, അവരുടെ യൗവനം തീർന്നു പോവുകയുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ക്രിസ്ത്യാനികളൊക്കെ യേശുക്രിസ്തു എന്ന് വിളിക്കുന്ന അല്ലാഹുവിൻ്റെ നബിയായ സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, മഹാനവറുകളെ അല്ലാഹു ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് 33-ാമത്തെ വയസ്സിലായിരുന്നു. ഫലസ്തീനിലൊക്കെ പോയ ആളുകൾക്ക് ഈസാ നബിയെ ഉയർത്തിയ സ്ഥലം അവിടെ ഉണ്ട്, അസെൻഷൻ നടന്ന സ്ഥലമുണ്ട്. അവിടെ അവിടെ അസെൻഷൻ ചർച്ചുണ്ട്. അവിടെ ഒരു മുനാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ കിതാബിലൊക്കെ, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒലിവ് മലയിലായിരുന്നു, സെയ്ത്ത് മലയിലായിരുന്നു. ഈ ഒലിവ് മല എന്ന് പറഞ്ഞതാണ് ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന പ്രദേശം, കുന്നുംപുറാണ്. അവിടെ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥലം ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയ ആളുകളൊക്കെ സിദ്ദീഖ് കണ്ടിട്ടുണ്ട്, മാഷാ അല്ലാഹ്, ഹബീബ് ഫൈസി കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ അത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ഈസാ നബി ജനിച്ച സ്ഥലം, ആകാശത്തേക്ക് ഉയർന്നത് ഒക്കെ കിടക്കുകയാണ്, ഒക്കെ നമ്മുടെ കൺമുമ്പിൽ അടയാളപ്പെട്ട് കിടക്കുകയാണ്. മാഷാ അല്ലാഹ്, 33 വയസ്സായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിന്. ആ വയസ്സായിരിക്കും എല്ലാ അഡൽറ്റുകളും സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ. പിന്നെ യങ്സ്റ്റേഴ്സ്, ചെറുപ്പത്തിലെ മരിച്ചുപോയവർ, അവർ സ്വർഗത്തിലെ സേവകരായി, അവരുടെ കെയർടേക്കർ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അല്ലാത്തവർക്കൊക്കെ 33 വയസ്സ്. എല്ലാ ദിവസവും ഭംഗി കൂടി വരുന്ന, അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്, ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടെന്നാണ് സ്വർഗത്തിൽ. ആ മാർക്കറ്റ് പോയി വന്നാൽ പെണ്ണുങ്ങൾ പറയും, പുതിയാപ്പിളെ നിങ്ങൾക്ക് വല്ലാത്ത ചുരുക്കായല്ലോ, പോയപ്പോഴതുപോലെ അല്ലല്ലോ, എന്ത് പറ്റി? അപ്പോൾ തിരിച്ചു കാണുമ്പോൾ അയാൾ തൻ്റെ ഭാര്യയോട് പറയും, നിനക്കും വല്ലാത്ത സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഓരോ മാർക്കറ്റിലേക്ക് പോയി വരുമ്പോൾ സൗന്ദര്യം കൂടി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ചോദിക്കും, റബ്ബേ എന്നാലും ഇപ്പോൾ ആണുങ്ങൾ ഹൂർലിങ്ങളൊപ്പം പോകുമല്ലോ, നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങളായാലും അസൂയപ്പെടണ്ട. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങളാണോ അല്ല സ്വർഗീയ സുന്ദരിമാരാണോ നബിയെ അതിസുന്ദരികൾ? പറഞ്ഞു, നിങ്ങളാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ നിസ്കരിച്ചവരല്ല, നോമ്പ് നോറ്റവരല്ല, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തവരല്ല. എന്നിട്ട് പോലും അവർക്ക് ആ സൗന്ദര്യം അല്ലാഹു നൽകുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത നിങ്ങൾ അവരുടെയും മീതയാണെന്ന് ഉമ്മു സലമ ബീവിയോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുന്യാവിലെ സഹധർമ്മിണിയോ ദുന്യാവിലെ ഭർത്താവോ അല്ല പെണ്ണുങ്ങളെ അവിടുത്തേത്. ചിലർ അങ്ങനെയൊക്കെ പറയും, റബ്ബേ ഇവിടെ നിന്നൊക്കെ തട്ടിമുട്ടി പോവുകയാണെങ്കിൽ അവിടുന്ന് തന്നെയാണ് മേത്തേക്ക് വരാനുള്ളത്. അങ്ങനെ ചിന്തിച്ചു പോവണ്ട. രൂപവും ചേലും ഭംഗിയും വയസ്സും പ്രായവും എല്ലാം അടിമുടി മാറ്റമായിരിക്കുന്നതാണ്. അങ്ങനെയാണ്. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് എത്തിച്ചു തരട്ടെ. ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹാ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനന്നാർ. അല്ലാഹുവേ, ഈ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ തമ്പുരാനെ. അങ്ങോട്ട് എത്തുമ്പോഴുള്ള ആ ഒരു യൗവനം അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഒരു പ്രായമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ 7 വയസ്സാണ്. 7 വയസ്സാണ് പ്രായം. തങ്ങളുടെ കൂടെ ജീവിക്കുന്നു 3.5 വർഷം. ഹബീബ് വഫാത്താകുമ്പോൾ 10 വയസ്സാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക്. ഖുർആൻ പഠിച്ചു, ഹിഫ്ളാക്കി, ഫിഖ് പഠിച്ചു, സ്വഹാബത്തിലെ പണ്ഡിതനാണ്. വയസ്സെത്രയാണ്? 10 വയസ്സ്. 10 വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി. വകാന യഖറഉ തിവാലൽ മുഫസ്സൽ, തിവാലുൽ മുഫസ്സലുകൾ ഓതിയിരുന്ന, വയഅതീഹിൽ ഉലമ, പണ്ഡിതന്മാർ വന്ന് ചോദിച്ചു പഠിക്കും ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന്. അങ്ങനത്തെ ഒരു മഹാനായ പണ്ഡിതനെ, ഒരു തങ്ങളുകുട്ടിയെ, ഒരു സയ്യിദിനെ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോഴാ പാതി വഴിയിലെത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഇബ്നു അബ്ബാസ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹിന്ന. ഇബ്നു അബ്ബാസ് എന്നവരെ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹു നിങ്ങൾക്കതുകൊണ്ട് ഉപകാരം തരും, ഞാൻ പറഞ്ഞു തരട്ടെ. യാത്രാ മധ്യ പറഞ്ഞു കൊടുത്തു എന്നാ. അപ്പം നമ്മളിപ്പോൾ ഒരു വാതൊന്നും ഇരുന്നാരും കേൾക്കൂല. അപ്പം നമ്മളിങ്ങനെ കേൾക്കുന്നത് ശരി തന്നെ. ഒരു കാസറ്റ് വിട്ടിട്ട് നമ്മളൊരു CD വെച്ചിട്ടോ ഇരുന്നിട്ട് ആരും കേൾക്കൂല. യാത്രയിലാണെങ്കിൽ കേൾക്കാൻ പറ്റൂലേ? യാത്ര പോകുമ്പോൾ എങ്ങോട്ട് ഇറങ്ങി ഓടാൻ വയ്യല്ലോ. സ്വന്തം കുടുംബത്തോടും മക്കളോടൊക്കെ സംസാരിക്കാനൊക്കെ
ഒരു ഏറ്റവും നല്ല സന്ദർഭം വാഹനമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്കൊക്കെ അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അതുകൊണ്ടൊന്നും ഇപ്പോൾ റോഡിനിപ്പോൾ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ഏതായാലും വാഹനം പോലെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് തന്നോട്ടെ, അൽഹംദുലില്ലാ. കുടുംബത്തോടൊപ്പം പോകുമ്പോഴേ ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പാലക്കാട്ടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികളോട് എങ്ങനെയുണ്ട് സ്കൂള്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ, നീ പഠിക്കുന്നുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ മക്കൾ വാപ്പാ എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി മൊബൈലിൽ കളിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു പോയി ഇങ്ങോട്ട് ഓടും. പക്ഷെ വണ്ടിയിൽ ഓടാൻ വയ്യല്ലോ. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. പറഞ്ഞാൽ അവർ നിർബന്ധിതാവസ്ഥയിൽ കേൾക്കും. അതുകൊണ്ട് ഏറ്റവും ഡയലോഗുകൾ നിബിധങ്ങൾ സംസാരിച്ചതൊക്കെ യാത്രാമധ്യയാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പഠിപ്പിച്ചത് യാത്രാമധ്യയാണ് നബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് യാത്രാമധ്യയാണ്. യാത്ര പാതി വഴിയിലായ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ചാടി ഇറങ്ങി ഓടാൻ പറ്റില്ല, ഓട്ടർഷന് ചാടുന്ന പോലെ ഒട്ടകപ്പുറത്തല്ലേ. നബിധങ്ങളോട് ഇരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലാ ഉഅല്ലിമുക കലിമാത്ത്, പറഞ്ഞു തരൂ നബിയെ, യഹ്ഫദില്ലാഹ യഹ്ഫദുക. ഇബ്നു അബ്ബാസ് എന്നവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ, എങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. ഇതൊരു ഖായിദയാണ്. ഇത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. വേറൊന്നുമല്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണോ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വേറൊന്നും പോലീസും പട്ടാളൊന്നുമല്ല വിഷയം. അള്ളാഹുവിൻ്റെ സഹായം വേണോ, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് എന്നവരെ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ, അള്ളാഹു നിങ്ങൾക്കതുകൊണ്ട് ഉപകാരം തരും. എല്ലാ യുവാക്കൾക്കും നബി തങ്ങൾ കൈമാറിയ ഉപദേശമാണത്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. നല്ല സുഖസൗകര്യങ്ങളുള്ള സമയം, ആരോഗ്യമുള്ള സമയം, സമ്പത്തുള്ള സമയം അള്ളാഹുവിനെ ഓർക്കണമേ. പ്രയാസം വരുമ്പോൾ അള്ളാഹു നിങ്ങളെ ഓർക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വാപ്പയും സുഹാബിയാണ്, ഇവരും സുഹാബിയാണ്. അപ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടട്ടെ. മേ അല്ലാഹ് ബി പ്ലീസ് വിത്ത് ദം ബോത്ത് ഓഫ് ദം. അങ്ങനെ നമ്മൾ റളിയല്ലാഹു അൻഹുമാ. വലിയ മഹാനാണ്. ഉപദേശങ്ങൾ തങ്ങൾ നൽകുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഉപദേശം നൽകാൻ നബി തങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു വീടുണ്ട്. മക്കയിലെ വീടുണ്ടായിരുന്നു. അവിടെയാണ് അന്നത്തെ മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്റർ. നമുക്ക് ഇവിടെ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ ഉണ്ട്. മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്ററിന്റെ പേരെന്താണെന്ന് അറിയുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കല്ലേ. പക്ഷെ അതൊന്നും കൈപ്പൊക്കിയാട്ടെ, ഉസ്താദ്മാരൊന്നും അല്ലാത്തവർ. മക്കയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്ററിന്റെ പേരെന്താണ്? അവിടെ ഒരു വീട്ടിൽ പോയിട്ടാണ് നബി തങ്ങൾ ദീൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ചാലിമാന്ന് തോന്നുന്നല്ലേ? അതെല്ലാം കുഴപ്പമില്ല, പറഞ്ഞോളൂ. ദാറുൽ അർഖം. എന്തായാലും ഒരു സമ്മാനം കൊടുത്തേ പറ്റൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരു നല്ല ഉത്തരമാണ്. ബിസ്മില്ലാ. അഷ്റഫി ഉസ്താദ് നിങ്ങൾ കൈമാറിക്കോളൂ. ബിസ്മില്ലാ. അതുപോലെ അങ്ങോട്ട് വരാം. അപ്പോൾ ദാറുൽ അർഖം ബിൻ അബിൽ അർഖം, അർഖമിൻ്റെ അബുൽ അർഖമിൻ്റെ മകൻ അർഖം എന്നാണ് ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണത്. നമ്മൾ വിചാരിക്കും വലിയ അവിടുത്തെ ഹാജിയരായിരിക്കും അല്ലേ. ബിസ്മില്ലാ. നിങ്ങളുടെ പേരെന്താണ്? അബ്ദുൽ സത്താർ. അബ്ദുൽ സത്താർ. ജസാക്കല്ലാഹു ഖൈർ. അപ്പോ ആ ഒരു ചെറുപ്പക്കാരൻ ദാറുൽ അർഖം എന്ന് പറയുന്ന ചെറിയ വീടാണ്. ആ വീട് നബിതങ്ങളുടെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി മക്കക്കാർക്ക് വിട്ടുകൊടുക്കുക. മക്കയിൽ നബിതങ്ങൾ ദഅവത്ത് ചെയ്ത കാലം എത്രയാണ്? 13 വർഷമാണ്. പിന്നെ ബാക്കിയുള്ള 10 വർഷം മദീനയിൽ. അങ്ങനെ 23 കൊല്ലം നമുക്കറിയാം. ആ 13 കൊല്ലം ബനു മഖ്സൂമികളും ബനു ഹാഷിമുകളും തമ്മിൽ ഫൈറ്റുണ്ട്. ഈ ചെറുപ്പക്കാരൻ ബനു മഖ്സൂമിയാണ്. ബനു മഖ്സൂമിയാണ് അബൂജഹലും. അബൂജഹലിൻ്റെ തറവാടാണത്. ആ തറവാട്ടുകാരും നബിങ്ങളുടെ തറവാട്ടുകാരും തമ്മിൽ ഈഗോ പ്രശ്നമുണ്ട്. നേതൃത്വപരമായ വടംവലികൾ നടക്കുന്ന കുടുംബമാണ് ബനു മഖ്സൂം, ബനു ഹാഷിം. തങ്ങൾ ബനു ഹാഷിമിൽ, അബൂജഹൽ ബനു മഖ്സൂം. ആ കുടുംബത്തിലാണ് അർഖം ഇബ്ൻ അബിൽ അർഖം. എത്ര കുട്ടിൻ്റെ വയസ്സെന്നറിയോ? 13 കൊല്ലം. നബിയെ, എൻ്റെ വീട്, ബാപ്പയുടെ മരണശേഷം ആ കുട്ടി പറഞ്ഞത്, നബിയെ എൻ്റെ വീട് ഇസ്ലാമിക് സെന്ററാണ്, തങ്ങൾ ഇസ്ലാമിക പ്രവർത്തനത്തിലെടുത്തോളൂ നബിയെ. ആ കുട്ടിയുടെ വയസ്സ് കേവലം 16 വയസ്സായിരുന്നു. 16 years old. വിശ്വസിക്കാൻ പറ്റുമോ? അബൂജഹൽ തറവാട്ടിലുണ്ട്. എന്നിട്ടാണ് അലാ റഗ്മി അൻഫി, എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങൾക്ക് സ്വന്തം വീട് 13 കൊല്ലം ഇസ്ലാമിക പ്രവർത്തനത്തിന് കൊടുത്തത് 1ാം നമ്പർ ചെറുപ്പക്കാരന, ടീനേജറാണ്. 16 വയസ്സുള്ള അർഖം ഇബ്ൻ അബിൽ അർഖം റളിയല്ലാഹു അൻഹു. അത്ഭുതമല്ലേ അത്? സുബ്ഹാനല്ലാഹ്.
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അനുജനുണ്ട് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധം വന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത്, നബിയേ, ബദർ വന്നപ്പോൾ അതിലെനിക്ക് വരാൻ പറ്റിയില്ല, ഉഹദിലെങ്കിലും ഞാൻ ഒന്ന് വരട്ടെയോ നബിയേ, അങ്ങനെക്ക് സമ്മതം തരണം. നബി പറഞ്ഞു, ഉമൈർ ഇബ്നു അബീ വഖാസ്, നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, 13 വയസ്സാണ്, 13 വയസ്സ്, ചെറുപ്പമല്ലേ, നിങ്ങളൊന്നും ഈ സമയത്ത് വരേണ്ടതില്ല. നബിയേ, അള്ളാഹു നൽകുന്ന പ്രകാശം ഊതിക്കെടുത്താൻ, അങ്ങയെ നശിപ്പിക്കാൻ, ഇസ്ലാമിൻ്റെ വെളിച്ചം ഇവിടെ നിന്ന് ഇല്ലാതെയാക്കാൻ, അങ്ങയോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ വരുമ്പോൾ നബിയെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, നബിയെ ഒന്ന് സമ്മതം തരണം. നബി തങ്ങൾ പറഞ്ഞു, ഉമൈറേ, 13 വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ, നേരമായില്ല, തിരിച്ചു പോകണം. കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ജ്യേഷ്ഠനോട് എന്ന് പറഞ്ഞു, പരാതി പറഞ്ഞു. ജ്യേഷ്ഠൻ കൈപിടിച്ച് ഒന്നുകൂടെ ഒരു റെക്കമെൻഡ്, നബിയേ, ആയുധങ്ങൾ ചുമക്കാൻ എന്നെ കൊണ്ട് കഴിയും, അതുകൊണ്ട് ഞാനൊന്ന് വന്നോട്ടെ. അങ്ങനെയാണ് നബി തങ്ങളോട് കെഞ്ചി ചോദിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, കഴുത്തിൽ ഞാൻ വാൾ തൂക്കിക്കെട്ടി കൊടുക്കുമായിരുന്നു ചുമന്ന് നടക്കാൻ. ആ നേരം വാളിൻ്റെ മുന ഭൂമിയിൽ തട്ടും, വാളിനേക്കാളും ഉയരം കുറവാണ്, ചെറുപ്പമായിരുന്നു. ആ കുഞ്ഞാണ്, ചെറുപ്പക്കാരനായ മോനാണ്, അള്ളാഹുവിന് വേണ്ടി ഉഹദിൽ ഷഹീദായത് റളിയല്ലാഹു അൻഹു ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പോവാറുണ്ട് യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ. ഞാൻ ആലോചിക്കുക, നമ്മുടെ കുട്ടികളും കരയാറുണ്ട്, കാമുകി ഇപ്പോൾ വിളിക്കണില്ല, അവളിപ്പോൾ ഫോണിന് എടുക്കണില്ല, അല്ലേ? ഇതൊക്കെയാണ് നമ്മളെ വിഷയം. സുബ്ഹാനല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോരോ വിഷയങ്ങൾ സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ അലല്ലദീന ഇദാ മാ അതൗക ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. നബി തങ്ങളോട്, ഹബീബേ, ഞങ്ങളും വന്നോട്ടെ യുദ്ധത്തിലേക്കെന്ന് ചോദിക്കുമ്പോൾ ഹബീബ് പറയുമായിരുന്നു, നബി തങ്ങൾ, മക്കളെ, നിങ്ങളെ കൊണ്ടുപോവാൻ നമുക്ക് വാഹനമില്ലല്ലോ, കുതിരയില്ല, കഴുതയില്ല, ഒട്ടകമില്ല, വാഹനങ്ങളൊക്കെ തീർന്നു, നിങ്ങൾ എങ്ങനെയാണ് യുദ്ധക്കളത്തിലേക്ക് വരിക? ولا على الذين إذا ما أتوك لتحملهم قلت, അങ്ങവരോട് പറയും, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, പോകാൻ വാഹനമില്ല മക്കളെ എന്ന് പറയുമ്പോൾ തവല്ലൗ, വീട്ടിലേക്ക് തിരിച്ചു പോകും. വഅഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസനാ, സങ്കടപ്പെട്ട് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ടാകും. അങ്ങനത്തെ ചെറുപ്പക്കാർ അങ്ങയുടെ കൂടെയുണ്ടല്ലോ നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ സൂചിപ്പിക്കുന്നുണ്ട്.